NSSന്റെ വോട്ടുകൾ ആർക്കെങ്കിലും ഹോൾസെയിലായി പോകുമോ? അങ്ങനെ പോകുമെന്നൊക്കെ CPM വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തരമാണ്. അങ്ങനെ ഹോൾസെയിലായിട്ടൊന്നും നായർ വോട്ടുകളൊന്നും കേരളത്തിൽ പോകില്ല. താങ്കൾ പറഞ്ഞതുപോലെ 15% താഴെയാണെങ്കിലും ആ 15% എടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്ന ഒരു രീതിയൊന്നും കേരളത്തിൽ എന്തായാലും നായന്മാർക്കില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം. അങ്ങനെ ഒരു ചരിത്രമില്ല. അത് CPIM മോഹിച്ചിട്ടും കാര്യമില്ല. കുറച്ചൊക്കെ കിട്ടും, അത്രയും കരുതിയാൽ മതി. AI ഗ്രൂപ്പുകൾ 1979 ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റിലേക്ക് പോയത്, അതുപോലെ തന്നെ K കരുണാകരന്റെ DIC വന്നത്, ഇങ്ങനെ കോൺഗ്രസിലെ റിഫ്റ്റുകളൊക്കെ CPIM മുതലെടുക്കുന്നത് പോലെ ഇവിടെയും NSSുമായിട്ടുള്ള കോൺഗ്രസിന്റെ അകൽച്ച, അല്ലെങ്കിൽ NSSന് കോൺഗ്രസിനോട് വന്നിരിക്കുന്ന നീരസം, അത് CPIMന് മുതലാക്കാം. അത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സമദൂരത്തെ അദ്ദേഹം ശരിദൂരമാക്കിയെന്ന് ആൻഡോ സാർ പറയുന്നത് ശരിയാണ്. കാരണം ഇപ്പോൾ ഇടതുപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇടതുപക്ഷം വിശ്വാസത്തിന്റെ പാതയിലേക്ക് വന്നത്, അത് ഞാനും സ്വാഗതം ചെയ്യുന്ന ആളാണ്. കാരണം വിശ്വാസികളെ തള്ളി പറയാതെ വിളക്കിരിക്കുന്നിടത്താണോ കൃഷ്ണൻ എന്ന് ചോദിക്കുന്നതിന് പകരം അയ്യപ്പ വിഗ്രഹം കയ്യിൽ വാങ്ങുന്ന, വിളക്ക് കൊളുത്തുന്ന പിണറായി വിജയനെ എനിക്കിഷ്ടമാണ്. അതുപോലെ NSSൽ ഉള്ള ആളുകൾക്ക്, NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് ഒരു ഇഷ്ടം തോന്നിയാൽ തെറ്റു പറയാൻ പറ്റുമോ? അപ്പോൾ അതാണ്, മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, ആളുകൾ മാറുമ്പോൾ ആ വ്യക്തികളെ ഇഷ്ടപ്പെട്ടെന്ന് വരും, സ്വീകരിച്ചെന്ന് വരും. അത് അങ്കലാപ്പുണ്ടാക്കേണ്ടത് BJPക്കല്ല, UDFനും കോൺഗ്രസിനുമാണ്. കാരണം ഈ മാറ്റം അത് അവർക്ക് വിനാശമാകുന്ന മാറ്റമാണ്. അപ്പോൾ പിണറായി വിജയൻ യോഗി ആദിത്യനാഥിന്റെ തോളിൽ കൈയിട്ടു, യോഗി ആദിത്യനാഥിന്റെ ക്ലോസ് ഫ്രണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള പ്രവൃത്തികൾ, അതിൽ കുറച്ചാളുകൾക്ക് നീരസമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തികളിൽ ഞാൻ മാറ്റം വരുത്തുകയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് പിണറായി വിജയന്റെയും ഇടത് സർക്കാരിന്റെയും പ്രവൃത്തികൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് സമദൂരം ശരിദൂരമാകുന്നത്. ഇവിടെ ആക്രമണത്തെ, എനിക്ക് അത് പബ്ലിസിറ്റിയാണെന്ന് പറയുന്ന G സുകുമാരൻ നായർ ഇതിലൊക്കെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നൊരു ആറ്റിറ്റ്യൂഡോടുകൂടി പെരുന്നയിലിരുന്ന് ഇപ്പോൾ ഈ ചർച്ചയും കാണുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്.